ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ പാക് ഭീകരർക്ക് കനത്ത മറുപടി നൽകിയെന്നും പാകിസ്ഥാൻ അപേക്ഷിച്ചത് പ്രകാരമാണ് വെടിനിർത്തൽ ധാരണയിൽ എത്തിയതെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയെ അറിയിച്ചു. പട്ടികയിൽ അനധികൃതമായി പേര് ചേർത്തവരെ ഒഴിവാക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ലോക്സഭ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ പ്രതിപക്ഷം സ്പീക്കറുടെ ചെയറിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു. വിഷയോं पर चर्चा करें, लेकिन ये तरीका ठीक नहीं है. दुनिया का सबसे बड़ा लोकतंत्र में രാജ്യസഭ ആദ്യ 1 മണിക്കൂറോളം പ്രവർത്തിച്ചു. മക്കൾ നീതി മയ്യം മേധാവിയും നടനുമായ കമൽഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിന്നീട് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. തുടർന്ന് പാകിസ്ഥാൻ സൈന്യത്തിനും കനത്ത നാശനഷ്ടം വരുത്തി. പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ അപേക്ഷിച്ചതിനാലാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്നും വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.